കൊല്ലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി വരുന്ന 1 മണിക്കൂർ നമ്മൾ കലയുടെ മാമാങ്കം ആവേശം പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കുകയാണ്. കൊല്ലത്ത് നിന്ന് 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ തത്സമയ വാർത്തകൾ, വിശേഷങ്ങൾ, പ്രകടനങ്ങൾ എല്ലാം ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കും. നമുക്കൊപ്പം SKN കൂടി ഇന്ന് കൊല്ലത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. ഞാൻ SKNലേക്ക് പോകുന്നതിന് മുൻപായി ഏറ്റവും പുതിയ പോയിന്റ് അപ്ഡേറ്റിൽ തുടങ്ങുന്നു. കണ്ണൂർ അതിന്റെ ആധിപത്യം തുടരുകയാണ്. ഇന്നലെ മുതൽ തുടങ്ങിയ ആധിപത്യം ഇപ്പോൾ കണ്ണൂർ ആ ആധിപത്യം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 625 പോയിന്റുമായി കണ്ണൂർ 1ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ കോഴിക്കോട് ജില്ല തൊട്ട് പിന്നിലുണ്ട് 610 പോയിന്റുമായി. പാലക്കാട് 608 പോയിന്റ് എന്ന തരത്തിലേക്ക് 3ാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു. തൃശൂർ ജില്ല 597 പോയിന്റുമായി 4ാം സ്ഥാനത്ത്. കൊല്ലം ജില്ല ആതിഥേയരായ കൊല്ലം ജില്ല 589 പോയിന്റുമായി 5ാം സ്ഥാനത്ത്. ഇപ്പോഴും മത്സരങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അധികം വൈകലൊന്നും മത്സരങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ പുലർച്ചെ 4 മണിയോടെ തന്നെ ആണ് മത്സരങ്ങൾ അവസാനിച്ചത്. നാടക മത്സരം ഏറ്റവും കൂടുതൽ സമയം നീണ്ടുപോയി എന്നുള്ളതാണ്. ഏതായാലും ഇന്നിപ്പോൾ പ്രധാന വേദിയിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് തൊട്ട് പിറകിലുള്ള വേദിയിൽ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ആ മത്സരങ്ങളുടെ വിശേഷങ്ങളൊപ്പം ഇതുവരെയുള്ള കലോത്സവ വിശേഷങ്ങൾ, മത്സരാർത്ഥികളുടെ പ്രകടനങ്ങൾ എന്നിവയിലേക്ക് തത്സമയം പോകും. എനിക്കൊപ്പം SKN കൂടി ചേരുകയാണ് കലക്കൻ കൊല്ലത്തിൽ. വെൽക്കം SKNന്റെ സ്വന്തം ജില്ലയിൽ ഞാൻ SKNനെ സ്വാഗതം ചെയ്യുകയാണ്. തൊണ്ട അടച്ചു. കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. സംസാരിക്കാൻ പ്രയാസം ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു പൊതുവെ ഇന്ന് സംഭവം? ഓക്കെ. അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അനുജയുടെ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്കറിയുന്നത് പോലെ ഇനി അടുത്ത 1 മണിക്കൂർ നമ്മളായിരിക്കും ഈ പരിപാടി ഏറ്റെടുക്കുക. കൊല്ലത്തെ ഈ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം, ഈ സ്കൂൾ മേള വന്നതിന് ശേഷം കൊല്ലം തന്നെ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ 62ാമത് സ്കൂൾ മേളയാണ്. അതിൻ്റെ 3ാം ദിവസമാണിന്ന്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് കുറേ കാര്യങ്ങൾ കുറേ ആൾക്കാരോടൊക്കെ ചോദിക്കണം. കാര്യം വലിയൊരു ജനക്കൂട്ടമാണ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയൊരു ജനക്കൂട്ടത്തെയാണ് നമ്മളിന്ന് ഇവിടെ കാണുന്നത്. അടുത്ത 1 മണിക്കൂർ നേരം നമ്മൾ ലോകത്ത് എമ്പാടും ഇരുന്ന് 24 കാണുന്ന പ്രേക്ഷകർക്കായി ഈ കൊല്ലത്ത് ആശ്രാം മൈതാനിൽ നടക്കുന്ന ഈ കലാമേളയിലെ ജനത്തിരക്കായിരിക്കും അവരുടെ അഭിപ്രായങ്ങൾ, അവർ ഏത് രീതിയിലാണ് ഈ കലോത്സവത്തെ കാണുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ചോദിക്കുന്നത്. എന്തായാലും വളരെ തിരക്ക് പിടിച്ച ഈ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക് ഞാനൊന്ന് ഇറങ്ങുകയാണ്. നമുക്കൊന്ന് നോക്കാം എന്ത് സംഭവിക്കുന്നുള്ളത്. എനിക്കത് ഇതിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇങ്ങോട്ട് കാണാൻ ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ ഒരു ചെണ്ടയിൽ തുടങ്ങിയാലോ? അപ്പോൾ അനിയന്മാരെ തുടങ്ങിയാലോ? നിങ്ങൾ ആദ്യം പൊളിക്കേ, ഒരല്പം നേരം പൊളിച്ചിട്ട് നമുക്ക് ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കാം. ഓക്കെ, അപ്പം നടക്കട്ടെ കൂട്ടാ. ആ ലൈവ് ഓൺസോൺ. ഈ മൈക്ക് ഓടിയോ? ഈ മൈക്കിന് ഓടിയോ? ഓൺസോട്ടാണ്. തിരക്കിൽ വന്നാണോ? എന്റെ അമ്മ, നിങ്ങളെ കൊല്ലത്തോട് താമസിക്കുന്നു? എവിടെ? കൊട്ടിയം. കുഞ്ഞിനെ നോക്കിക്കോണം. വേണ്ടി വന്ന പവലിയനിലോട്ട് കയറിയിരിക്കുക. മക്കളെ എവിടുന്ന്? ഓക്കെ, നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, എങ്ങനെയുണ്ട് പോലെ മത്സരം? എങ്ങനെയുണ്ട്? തകർക്കോ? ചേട്ടാ കുറച്ചു നേരമായ വന്നിട്ട്? തെള്ളുണ്ടോ? ഭക്ഷണം കിട്ടുമോ ഇവിടെയൊക്കെ? അപ്പൊ നിങ്ങളെ കൊണ്ട് നീങ്ങി കഴിഞ്ഞാലേ ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ഓക്കെ, എങ്ങനെയുണ്ട് കാര്യങ്ങള്?
മത്സരം കണ്ടോ? കണ്ടോ? കണ്ടിട്ട് എങ്ങനെയുണ്ട്? അപ്പൊ അടിപൊളി അടിപൊളി വളരെ സന്തോഷം. ജീവിതം ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? മകളെ എങ്ങനെയുണ്ടാ? കണ്ടോ? മത്സരം കണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെ നിങ്ങളൊക്കെ ഇത്രയും തിരക്കിനിടയിൽ പരിപാടി അടിപൊളി പരിപാടി വന്നതിൽ നല്ല സന്തോഷം. 24 നല്ല മത്സരം. കൊല്ലം രാമംകുളങ്ങര. സുരേഷ് ബാബു പറഞ്ഞിട്ട് വന്നു. ക്യാപ്റ്റൻ വരുമെന്ന് പറഞ്ഞു ദേവള്ളിയില്. പൊതുവെ ഈ കൊല്ലത്തേക്ക് കുറെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത് വന്നത്. അപ്പൊ ഈ നിങ്ങൾക്കൊരു ഒരു ഭയങ്കര ഒരു ആഹ്ലാദ നിമിഷങ്ങളല്ലേ? നീട്ടി സ്വീകരിച്ചിരിക്കും. 2 കൈ നീട്ടി സ്വീകരിക്കില്ലായിരുന്നു. അതല്ലേ? നീ കുറച്ചേരം ഇവിടെ കാണൂ. തിരുവനന്തപുരം കാണണം. എങ്ങനെയുണ്ടായിരുന്നു? സന്തോഷം. മോളെ എന്താ പേര് നിന്റെ? ശ്രീനന്ദ. എങ്ങനെയുണ്ട് ജീവിതം? ഓക്കെ. മത്സരമൊക്കെ എൻജോയ് ചെയ്തോ നിങ്ങൾ? സൂപ്പറായിരുന്നോ? അപ്പൊ അടുത്ത ദിവസങ്ങളുണ്ടോ? ഇവിടെ ഉണ്ടോ? ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ടോ? ഭക്ഷണം ആണോ? എവിടെ പോയി കഴിക്കും? ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്ന കൊല്ലക്കാര് അത് ആഘോഷിക്കുക തീർച്ചയായിട്ടും ആഘോഷിക്കുക. അടിച്ചു പൊളിക്കുക. തിരക്കിൽ വന്നപ്പോൾ ചെയ്തോ? പിന്നെല്ലാം എൻജോയ് ചെയ്തില്ലേ? നിങ്ങൾ എല്ലാരും ഇവിടെ തന്നെ ഉണ്ടോ? അല്ല, നമ്മ കാസർഗോഡ് ഞാൻ വിചാരിച്ചു നിങ്ങളിത് എത്രമാത്രം എൻജോയ് ചെയ്തെന്ന് നോക്കാന്ന് വിചാരിച്ചു വന്നതാ. ഓക്കെ. വലിയൊരു ആരാധകരാണ് ഞങ്ങള്. തീർച്ചയായും രാവിലെ ഗുഡ് മോർണിംഗിൽ ഇദ്ദേഹത്തിനെ കാണാറുണ്ട്. ഇന്ന് ഇങ്ങനെ ഈ ഇതിൽ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഇപ്പോഴും ചെറുകോട് 21 വയസ്സുകാരൻ ഇതോടുകൂടി നിൽക്കുന്ന അദ്ദേഹത്തിന് തുടർന്നും ഇങ്ങനെ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ മത്സരം കണ്ടോ? പേരെന്താ? ഏറ്റവും ഇഷ്ടപ്പെട്ടതോ? ഒരു കോടി. ജനുവരി. എന്താ പേര്? നബിയൊത്തിണയാകാൻ താശി രാഹത്തിൽ ബാഗാൻ മുഹബത്തിലതാകാൻ മോഹം തളിരായതിലാകാൻ ബീവി ഖദീജയിതാ മധുവാ ഉശരമിലതിശയതിദിയാ മക്കയിലാകെയും മാലിക്കത്തായി വാളൊരു അരശിയുമാ അരശി അജബായതിലാട്ടാനതനാം ഫിർദൗസകം നേടാൻ അശകായതു പേശാൻ ശീലിൽ പുലിവായതു കൂടാൻ തുതി ചൂടാൻ സുരവാദിയിൽ മർഹബയാ ചന്ദമിൽ പന്തലിൽ പുലിമാ ചന്ദന ഗന്ധമിൽ സുഖമാ ഇമ്പമിൽ വമ്പുകൾ എമ്പിടും ഇന്ന് രാവിലായി സൗജത്ത് ഉതി രാഗമായി പുതുശീലൊത്ത് രാവിലായി സൗജത്ത് ഉതി രാഗമായി പുതുശീലൊത്ത് ലാകിയും ചീലിൽ പൂമുഖ കമറുദിത്തേ ഭാരതിയിലായേ മഹിമ പാവനമായേ. എന്താണ് അവിടെ മത്സരം നടക്കുന്നത്? ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ്? അനുജ, ഞാനിപ്പോൾ ഉള്ളത് ഒപ്പന വേദിയിലാണ്. വേദി 4 ടൗൺ ഹാളിലാണ് ഞാനുള്ളത്. ഒപ്പന വേദിയുടെ മുന്നിലെത്തിയപ്പോൾ അവിടെ വലിയ ജനത്തിരക്കാണ്. അങ്ങനെ നമ്മൾ ഒപ്പന വേദിയുടെ ബാക്ക് സൈഡിലെത്തിയപ്പോഴാണ് ഈ പ്രശ്നം കേൾക്കാൻ സാധിച്ചത്. ഒപ്പന മത്സരത്തിന് എത്തുന്ന കുട്ടികൾക്ക് മൈക്കിൽ നിന്ന് ഷോക്ക് അടിക്കുന്ന പ്രശ്നമുണ്ട്. അങ്ങനെ ചില കുട്ടികൾക്ക്, ചില ടീംസിന് പകുതിക്ക് വെച്ച് മത്സരം അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ടീം മെമ്പേഴ്സ് ആണ് എന്റെ കൂടെ ഉള്ളത്. മോളെ, എവിടുന്നാണ് വരുന്നത്? തൃശ്ശൂർ ചന്ദ്രാപ്പൻ ഹയർ സെക്കൻഡറി. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഞങ്ങള് കളിച്ചിട്ട് ഒരു മിനിറ്റ് ആവണുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ കളിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇപ്പം നമ്മൾ കളി കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി എന്നോട് വന്ന് പറഞ്ഞു നമുക്കൊരു സ്ലിപ്പ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കളിയുടെ തുടക്കം എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആ.
പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സ്പീഡ് വരുന്നത്. അപ്പോൾ സ്പീഡ് വരുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകേണ്ട ഒരു സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ പോയി വന്നപ്പോൾ നമ്മളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് കളിച്ചത്. നമുക്ക് നല്ലൊരു കോൺഫിഡൻസ്. എന്താണ് മൈക്കിൽ നിന്ന് ഷോക്ക് അടിക്കുന്നത്? മൈക്കിൽ നിന്ന് ആദ്യം ഷോക്ക് അടിച്ചു. അസ്ന എന്ന് പറഞ്ഞ കുട്ടിക്ക് മൈക്കിൽ നിന്ന് ഷോക്ക് അടിച്ചു. പെട്ടെന്ന് അവൾക്ക് കാലുമെന്ന് അങ്ങനെ ഷോക്ക് കയറി. ആ കുട്ടി കുഴഞ്ഞു വീണോ? ആ കുട്ടി പെട്ടെന്ന് അവൾക്ക് ഷോക്ക് അടിച്ചിട്ട് അവൾക്ക് വയ്യാണ്ടായി നീങ്ങി നിന്നോള് റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു. അതൊന്ന് സെറ്റാക്കി തരണം. പക്ഷെ അത് അവിടെ നിന്ന് ഒരു ആക്ഷൻ ഉണ്ടായിരുന്നില്ല എന്ന് അസ്ന പറഞ്ഞു. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് ആക്ഷൻ ഒന്നും ഉണ്ടായില്ല? അസ്ന ഞങ്ങൾ കളിച്ചോണ്ടിരുന്നു. പക്ഷെ അസ്ന അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒന്ന് സെറ്റാക്കി തരണം അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ അവരൊന്നും ചെയ്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ സ്ലിപ്പായത്. ഞാൻ സ്ലിപ്പായെന്ന് വെച്ചാൽ ഞാൻ ഫ്രണ്ടിലേക്ക് പോയി. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് അവർ സ്ലിപ്പ് ഞങ്ങൾ കളിക്കുന്നതിന് മുന്നത്തെ ടീം വരെ വന്ന് പറഞ്ഞു ഭയങ്കര സ്ലിപ്പ്. അവർ ഭയങ്കര കരഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ മത്സരം പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ചില്ലേ? അപ്പൊ ഇനി തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. തുടക്കത്തിൽ തന്നെ ഷോക്ക് അടിച്ചപ്പോ അസ്ന മൈക്ക് മാറ്റി പോയി. എന്നിട്ട് കോറസും മെയിനും കോറസ് രണ്ടാൾ തന്നെയാണ് പാടിയിരുന്നത്. അപ്പൊ തന്നെ ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നു. കാരണം രണ്ടാൾ പാടുന്നോടത്ത് ഒരാളാണ് പാടുന്നത്. എന്നാലും ഞങ്ങൾ കോൺഫിഡൻസ് ഇതിപ്പോ ലൈവായിട്ട് ആളിനെ കണ്ടോണ്ടിരിക്കുക. ഇവിടെ മാത്രമല്ല, ലോകത്തിന് എല്ലാ സ്ഥലത്തും 24 കാണുന്ന പ്രേക്ഷകരെല്ലാം ഇത് കണ്ടോണ്ടിരിക്കുക. ചേട്ടൻ ടെൻഷൻ വല്ലതും ഉണ്ടോ? ഇപ്പൊ എത്ര സമയമായി ഇവിടെ വന്നിട്ട്? മലപ്പുറത്ത് വന്നാണോ? 3 ദിവസമായി. 3 ദിവസമായി ഇവിടെ ലോഡ്ജ് എടുത്ത് ഇവിടെ താമസിക്കുക ഇത് കാണാനായിട്ട്? അല്ല, മോള് മത്സരിക്കുന്നുണ്ട്. 2 ഇനത്തില് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അത് ശരി, എ ഗ്രേഡ് കിട്ടിയോ? ഓട്ടംതുള്ളലിലും അഭിമാനിയായ പിതാവാണ് ഈ നിൽക്കുന്നത്. ഓട്ടംതുള്ളലിലും അവളുടെ പേരെന്താ? അവനീജ. പുള്ളി ഒന്ന് കാണാൻ പറ്റുമോ? അവിടെ ഒപ്പനയ്ക്ക് വന്നോ? മത്സരിച്ചോ? എന്നിട്ട് എങ്ങനെയായി? ഓ എന്റെ കുട്ടാ, നീ ആള് കലക്കിടാ മോനെ. ഓക്കെ, എന്താ നിന്റെ പേര്? സ്കൂൾ ഏതാ? സ്കൂള് ഓക്കെ. നിനക്ക് ക്ഷീണമായോ ഒപ്പന മത്സരം കഴിഞ്ഞപ്പോ? എങ്ങനെയുണ്ട് കാര്യങ്ങള് പറയൂ. ഇതൊക്കെ ഓടിക്കളയരുത്. ഉത്സവം പോലെ ഉണ്ട്. അല്ല, മത്സരമൊക്കെ കണ്ടോ? കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പ്രോഗ്രാംസ് ആയിരുന്നു. അല്ല, ഇവിടെ കൊല്ലം തകർക്കുക. ഞാൻ ഇത്രയും ആളിലൊന്നും പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോ ഒരു ആളുണ്ട് അല്ലേ? തകർത്തി സാറിന്റെ ഫാൻസാണ്. 2 കലോത്സവത്തിലുള്ള ആളുകൾ മലപ്പുറത്ത് പോയി പറയണം. നമ്മളൊക്കെ ഇങ്ങനെ മലപ്പുറത്തുകാരെ പേര് ഇത് കണ്ടോണ്ടിരിക്കും. അവരോട് എല്ലാവരുണ്ടോ? നമ്മള് വിജയിച്ചു വരും. നമ്മള് വിജയിച്ചു വരും. ഓക്കെ, അപ്പൊ വളരെ വളരെ സന്തോഷം. അപ്പൊ നിങ്ങള് ഇവരോട് പറയാലോ. നിങ്ങളൊക്കെ മത്സരമൊക്കെ കണ്ടോ മോളെ? ഏത് സ്കൂളിൽ നിന്നാ നിങ്ങള്? എസ് എൻ കോളേജ് പഠിക്കണോ? കണ്ടാൽ തോന്നത്തില്ല കേട്ടോ. ഞാനാ. അപ്പൊ കോളേജ് പഠിക്കുക. ഏത് ക്ലാസ്സിലാ? ബി എക്ക് പഠിക്കുക. മോളോ? ഞാൻ ടീച്ചറാണ്. ഓക്കെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കീർത്തന നമ്മോട് എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നു തോന്നുന്നു. ഇപ്പൊ ഈ ആൾക്കൂട്ടത്തേക്കുമ്പോ പലതും കേൾക്കാൻ പറ്റുന്നില്ല. എന്നാലും കീർത്തന, ഓവർ ടു യു. ഞാനിപ്പോ നിൽക്കുന്നത് അറബി കലോത്സവം നടക്കുന്ന വേദി 10-ലാണ്. തേവർത്തോട്ടം സുകുമാരൻ സ്മൃതി എന്നാണ് ഈ വേദിക്ക് പേരിട്ടിരിക്കുന്നത്. നമുക്കറിയാം, കഥാപ്രസംഗത്തിലെ ഒരു മുഖ്യ പ്രധാന ഒരു കാഥികനായിരുന്നു തേവർത്തോട്ടം സുകുമാരൻ. അറബി കലോത്സവത്തിലെ കഥാപ്രസംഗ മത്സരം ഇവിടെ പുരോഗമിക്കുകയാണ്. വേദിയിൽ അത്ര തിരക്കില്ലെങ്കിൽ കൂടെ കുറച്ച് ആളുകൾ ഇവിടെ ഇത് കാണാനായി ആസ്വദിക്കാനായി എത്തിയിട്ടുണ്ട്. 14 ടീമുകളാണ്. ഒപ്പം ഒരു അപ്പീൽ കൂടെ. അങ്ങനെ 15 പേരാണ് അറബി കലോത്സവത്തിൽ മത്സരിക്കുന്നത്. മറ്റൊരു അറബി കലോത്സവത്തിൽ കഥാപ്രസംഗത്തിൽ മത്സരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ ഈ ഒരു സാഹചര്യത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. കഥാപ്രസംഗത്തിന്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്. അപ്പോൾ കഥാപ്രസംഗം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക സാംബശിവന്റെ പേരാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ഈ കലോത്സവം എത്തിയ എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ഒരു വർഷത്തിൽ ഈ ഒരു കഥാപ്രസംഗ മത്സരത്തിന് ഉണ്ട്. എസ്കേൻ, എന്തായാലും ഇപ്പോൾ ഇവിടെ കഥാപ്രസംഗ മത്സരം പുരോഗമിക്കുകയാണ്. കുട്ടികൾ തമ്മിൽ വലിയ തരത്തിലുള്ള ശക്തിയായ ഒരു മത്സരം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എസ്കേൻ, പ്രിയപ്പെട്ട തിരക്കിനൊന്നും നമുക്കിനി കുറച്ച് ആൾക്കാരുടെ ഇടയിലേക്ക് പോവാം. താങ്കൾ എവിടുന്ന് വന്നാണ്? ഓക്കെ, അപ്പൊ താങ്കളോ? അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ നടക്കുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് എല്ലാ വേദികളിലും, പ്രത്യേകിച്ച് ഈ ഗ്ലാമർ ഇനങ്ങളുടെ വേദികളിലും
ഉണ്ടായിരുന്നു നീ? നന്നായിരുന്നു ചേച്ചി എന്താ പറയുന്നത്? എന്തോ പറഞ്ഞല്ലോ, കുഴപ്പമില്ല, എൻജോയ് ചെയ്തു. അപ്പൊ മത്സരമൊക്കെ എങ്ങനെ പോകുന്നു മോളെ? അടിപൊളിയാ, അടിപൊളി അടിപൊളി. നന്നായിട്ട് പോകുന്നുണ്ടോ? ഓക്കെ, നമസ്കാരം. അപ്പൊ നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി യഥാർത്ഥ ശ്രീകണ്ഠ നായർ ഷോ ആയി നിങ്ങളെ എല്ലാ വേദികളിലും പോയോ? എല്ലാ വേദികളിലും പോയോ? സൂപ്പറായിരുന്നു, വളരെ സൂപ്പറായിരുന്നു. ഓക്കെ, ഇതാരാണ് തലയിൽ ഒരാളിരിക്കുന്നത്? എന്താ മോനെ പേര്? പേരെന്താ പേര്? നിങ്ങൾ എവിടുന്നാ? പാലക്കാട് ഇതിനായിട്ട് വന്നാണോ? ഇത് കാണാനായിട്ടോ? എന്റെ അമ്മോ, സൂപ്പറായല്ലോ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഞാൻ ഒരു ബ്രേക്ക് പറയാം. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ചെറിയ ഇടവേള വേണം. ഇടവേള കഴിഞ്ഞിട്ടും ഞാന് ഹലോ, ഹൗ ആർ യു? എന്താ പേര്? സിഹ. ഓക്കെ, മത്സരിച്ച് എ ഗ്രേഡ് ആയോ? ഏത് സ്കൂളാ? മടപ്പള്ളി ഗേൾസ്. ഓക്കെ, ആദ്യമായിട്ടാണോ മത്സരിക്കുന്നത്? അല്ല, മത്സരം 5ാം ക്ലാസ്. എങ്ങനെ ഉണ്ടായിരുന്നു തുള്ളിയപ്പോ? കലക്കിയോ? ഓക്കെ, അപ്പൊ ഈ ആൾക്കൂട്ടമായിട്ടല്ലേ ഞാൻ ഇവിടെ തുള്ളിച്ചേനെ. ഞാനും ഒരു പഴയ തുള്ളലുകാരനാ, നമ്മൾ തമ്മിലായിരുന്നു. തുള്ളാൻ റെഡിയാണോ? അപ്പൊ ഒന്ന് കൈവിട്ട് കൊടുത്തേ, ഒന്ന് തുള്ളിക്കോളൂ. റെഡി. ഓക്കെ, ഞാൻ പിടിച്ചേരാം. ശരി, ഇത് ഈ കലോത്സവ വേദിയിൽ മാത്രം കാണുന്ന പരിപാടിയാ. എവിടെ കണ്ടോ അവിടെ വെച്ച് തുള്ളു. ഓക്കെ, തുള്ളിക്കോ, നമ്മൾ തുള്ളിക്കോ, ഒന്നും നോക്കണ്ട. ദുഷ്പ്രഭുവേ നീ ഏറെ ഞെളിഞ്ഞാൽ, ദുഷ്പ്രഭുവേ നീ ഏറെ ഞെളിഞ്ഞാൽ, ക്ഷിപ്രം നിന്നെ ശപിക്കും ഞാനും. ദുഷ്പ്രഭുവേ നീ ഏറെ ഞെളിഞ്ഞാൽ, ക്ഷിപ്രം നിന്നെ ശപിക്കും ഞാനും. കുഴലു വിളിച്ചു രസിപ്പാൻ കൊള്ളാം, കുഴലു വിളിച്ചു രസിപ്പാൻ കൊള്ളാം, കോഴിയെ വിളിച്ചു നടപ്പാൻ കൊള്ളാം. കുഴലു വിളിച്ചു രസിപ്പാൻ കൊള്ളാം, കോഴിയെ വിളിച്ചു നടപ്പാൻ കൊള്ളാം, കോഴിയെ വിളിച്ചു നടപ്പാൻ കൊള്ളാം, കോഴിയെ വിളിച്ചു നടപ്പാൻ കൊള്ളാം. ചേലകൾ കെട്ടു നടപ്പാൻ കൊള്ളാം, ചേലകൾ കട്ടു 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 നടപ്പാൻ. ഓക്കെ, താങ്ക് യു, കൺഗ്രാജുലേഷൻസ്. ഓക്കെ മാഷേ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓട്ടം കണ്ടല്ലോ. അപ്പോൾ ഇനി ഒരു ഇടവേള കഴിഞ്ഞ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. വേഗം വരണം. ഇടവേള, ബ്രേക്ക്. ആശ്രാമം മൈതാനിയിലെ കലോത്സവ നഗരിയിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ അഭൂതപൂർവമായ ഒരു തിരക്കാണ് ഈ 3ാം ദിവസം അനുഭവപ്പെടുന്നത്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ ഇരു കൈകളല്ല, കൈകളും കാലുകളും ഒക്കെ വെച്ച് നമ്മുടെ കൊല്ലത്തെ ആളുകൾ വരവേറ്റിരിക്കുകയാണ്. കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പല ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ മോളെ എങ്ങനെയുണ്ട്? കൈ പൊക്കി പിടിച്ചാൽ ഞാൻ എങ്ങനെ കാണും? ഓക്കെ, മോളുടെ പേരെന്താ? പേര് അപർണ. എവിടുന്നാ വരുന്നേ? പത്തനാപുരം. കൊല്ലം. മത്സരമൊക്കെ കണ്ടോ? കണ്ടു. മത്സരം എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഏതൊക്കെ വേദി പോയി? എല്ലാ വേദിയിലുണ്ട്, മിക്ക വേദിയിലൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു കുറച്ച് കലോത്സവ പ്രതിഭകളെ പരിചയപ്പെടാം. അപ്പോ മോളെ പേരെന്താ? നമ്രത. നിങ്ങൾ ഏത് സ്കൂളാ? മമ്പറ ഹയർ സെക്കൻഡറി. ഏത് ഐറ്റത്തിലാ മത്സരിച്ചത്? കൂടിയാട്ടം. ആദ്യമായിട്ടാണോ മത്സരിക്കുന്നത്? അല്ലല്ല, അപ്പോ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. എ ഗ്രേഡ് ആണോ? റിസൾട്ട് വന്നില്ല. അപ്പൊ നമുക്ക് കൂടിയാട്ടം ഇവിടെ നിന്ന് അല്പനിമിഷങ്ങളൊന്ന് അവതരിപ്പിച്ചൂടെ? ഓക്കെ, അപ്പൊ നമ്മൾ റെഡി. നിങ്ങൾ റെഡി അല്ലേ? റെഡി. ആയിക്കോട്ടെ. മൊബൈൽ ആരെ കൊടുക്കണം? ഏതാ? സമയം കളയണ്ട, ചെരുപ്പൊക്കെ മാറ്റിക്കോ. ഓക്കെ, റെഡി. ചെരുപ്പ് പോരുത് കേട്ടോ. ഓക്കെ, റെഡി. ഓക്കെ, താങ്ക് യു. അപ്പോൾ സന്തോഷം കേട്ടോ. ഓക്കെ.
അപ്പൊ എങ്ങനെ മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, സൂപ്പർ മത്സരം അടിപൊളി അടിപൊളി. ഓക്കെ ഓക്കെ, മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി വേറെ ലെവൽ. ഓക്കെ, അടിപൊളി കളി. ബേസിംഗ് സൂപ്പർ ആയിട്ടുണ്ട്. നന്നായിട്ടുണ്ടോ? സൂപ്പർ അടിപൊളിയായിരുന്നു. പേര് ചെറിയൻ ചെറിയൻ എങ്ങനെയുണ്ട് കാര്യങ്ങൾ മോളെ? എങ്ങനെയുണ്ട് മോനെ? സൂപ്പർ മോനെ മോൻ ചാന്റെ ഫാനാ. നിങ്ങൾ എവിടുന്നാ വരുന്നേ? കരുനാഗപ്പള്ളി. ഞങ്ങളുടെ ഫാനാണ്. അതെ, ഓക്കെ, വളരെ സന്തോഷം. 24 ഒക്കെ നിങ്ങൾ 24 കാണുന്നുണ്ടോ? നിങ്ങൾ 24 കാണുന്നുണ്ടോ അറിയാൻ വേണ്ടി ഞാൻ കൊച്ചിയിൽ നിന്ന് ഇവിടെ വരെ വന്ന് കാണുന്നുണ്ട്. 24 കാണുന്നുള്ളു. കൃത്യമായി എല്ലാ ന്യൂസും കറക്റ്റായിട്ട് അറിയാൻ 24 കാണുന്നുള്ളു. ഓ, സന്തോഷം. അപ്പൊ നമ്മളൊരു കാര്യം നേരോടെ നിർഭയം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ തിരക്ക് ഇങ്ങനെ തന്നെയാണ്. നമ്മൾ കുറച്ചു നേരം എന്തായാലും ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്കിനി ഒപ്പന മത്സരത്തിലേക്ക് ഒന്ന് പോകണം. ഒപ്പന വേദിയിൽ എ ഗ്രേഡൊക്കെ കരസ്ഥമാക്കിയ നമുക്കൊപ്പം ആരാണ് നമ്മുടെ പവലിയൻ 24ന്റെ പവലിയനിലെ ഒപ്പന മത്സരമുണ്ട്. അവിടെ അനുജ നമുക്കൊപ്പം ചേരുന്നു. അനുജ, ഞാൻ നല്ല തിരക്കിനകത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി, കൊള്ളാൻ കേട്ടോ, നല്ല സുഖമായിരുന്നു. അവിടെ എന്താ നടക്കാൻ പോകുന്നത്? ഇവിടെ നമ്മുടെ പവലിയന്റെ മുന്നിൽ ഒപ്പനയിൽ അല്പസമയം മുൻപാണ് അവരുടെ ഫലപ്രഖ്യാപനം നടന്നത്. എ ഗ്രേഡ് കരസ്ഥമാക്കിയ വയനാട്ടിൽ നിന്നുള്ള കുറച്ച് മൊഞ്ചത്തിമാരുണ്ട്. SK, നമുക്ക് അവരുടെ പെർഫോമൻസിലേക്ക് പോകാം. തുടങ്ങിക്കോളൂ. നിങ്ങൾ പാട്ട് തുടങ്ങിക്കൊള്ളൂ. പെർഫോമൻസ് അല്ലേ? അതോ കളിക്കുന്നില്ലേ നിങ്ങൾ? മിലടുത്ത തോളികളരത്ത മൈലാഞ്ചി ഉരത്തിടാനീ ജഗത്തിലാദം നബിന്റെ കാലത്ത് നിസാനികൾക്കായി കൊടുത്ത സുന്നത്ത് എന്നാലും അവരൊന്നാകെ അഞ്ചിത മൊഞ്ചുള മൈലാഞ്ചി മലർക്കയിൽ മണമേറും രാവണേ മധുറ്റ ഹബീബിന്റെ ബഹുമകൾ ബിണ്ടാനേ ബിണ്ടതിലൊരു മംഗളകണ്ണി കണ്ടൊരു കാതൊരു കാർഗമിനി ഉണ്ടവിടം പുലമാലകളെണ്ണി തെനിമ്പപ്പോ മംഗഹരിന്റെ രംഗാലേ ആകെ മൃഹവത്തിൽ അതികുശി വന്നാനേ പുലർന്ന നാട്ടിൽ വളർന്ന് വന്നേ ബീവി പുതുമയാലേ തരിച്ച് നിന്നേ അപ്പോ നമുക്കൊരു ഒരു പ്രേക്ഷകരെ പരിചയപ്പെടുത്താം. ഫ്ലവേഴ്സ് ഒരു കോടിയുടെ ശബ്ദം കേൾക്കാറുണ്ട് അല്ലേ? എന്താ പേര്? അമ്പിളിക്ക. എവിടുന്നാ വന്നിരിക്കുന്നത്? വെളിയം. ഓക്കെ. അപ്പൊ രാവിലെ വന്നോ? ഇല്ല ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. സ്കൂൾ ടീച്ചറാ അല്ലേ? ഓ, അത് ശരി. അപ്പൊ ഭയങ്കര തെള്ളുള്ള തിരക്കൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പൊ നമുക്ക് കാണാൻ. ഇനി മോളുടെ പേരെന്താ? വൈഷ്ണവി. താങ്കളോ? ശ്രീജ. ഓക്കെ. ഇവിടെ രണ്ടു ചേട്ടന്മാര് വന്നില്ലേ? എന്താ മോനെ പേര്? ഫയാസ്. മത്സരമൊക്കെ കണ്ടോ? ഏതൊക്കെ മത്സരം കണ്ടു? തിരുവാതിര. അടിപൊളിയാന്നാ മോനെ? ഓക്കെ, എങ്കിൽ ഞാൻ നടക്കട്ടോ? ഓക്കെ മക്കളെ, മത്സരം കണ്ടു? ചായ കുടിച്ചില്ലേടാ? മത്സരം കണ്ടോ? ഓക്കെ. അപ്പോ ഇതാണ് ഇവിടുത്തെ ഒരു തിരക്കെന്ന് പറയുന്നത്. അത് ചെറിയ കുട്ടികൾ തുടങ്ങി ഒരുപാട് ആളുകൾ ഈ മത്സരം കാണാൻ വേണ്ടിയാണ്. നമ്മൾ നടക്കുന്ന പ്രധാന വേദിയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പ്രധാന വേദിയിൽ ഇത്രയും വലിയ ഒരു ജനക്കൂട്ടമാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു വണ്ടിക്ക് പോകാൻ വേണ്ടി ഞാൻ നിലച്ചാണ്. ഒരു പോലീസ് വണ്ടിയാണ്. അപ്പം നമുക്ക് ഈ വേദിക്കുള്ളിലേക്ക് പോകാനുള്ള അനുവാദമില്ല.
എന്നിരുന്നാലും ഏഷ്യയിലെ ഏറ്റവും വലിയ കായിക കലാമേളയായിട്ട് അറിയപ്പെടുന്ന ഈ മേളയിൽ ഇത്രയും വലിയ ജനങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് ഈ അടുത്ത കാലത്ത് ആദ്യമാണ്. ഇന്നിപ്പോൾ ഒരു അവധി ദിവസം കൂടിയാണ്, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്നലെയും നല്ല തിരക്കായിരുന്നു, ഇന്നും നല്ല തിരക്കാണ്. ഒരു കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇവിടെ വരുന്നത്. ഷാനവാസ്, ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്തിന്റെ വലിയൊരു ശില്പം ഇവിടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വെച്ചിട്ടുണ്ട്. സാറൊന്ന് കാണിക്കണം. ഓ, തീർച്ചയായിട്ടും. ഓക്കെ, ശരി, താങ്ക് യു. എന്റെ പേരെന്താ? ഷാനവാസ്. ജില്ലാ പഞ്ചായത്തോടുള്ള ബന്ധം? ജില്ലാ പഞ്ചായത്തിലെ സ്റ്റാഫ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ ശില്പം നമുക്ക് കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മളൊരു കാര്യം ചെയ്യാം, ഇവരോടൊരു അഭിപ്രായം ചോദിക്കാം നമുക്ക്. മത്സരമൊക്കെ കണ്ടോ നിങ്ങൾ? മത്സരം കണ്ടുവരുന്നത് വളരെ നല്ല പെർഫോമൻസ് ആണ്. എവിടുന്നാ വന്നത്? ഞാൻ കൊല്ലം ജില്ലയിൽ. ഏറ്റവും നല്ല ഐറ്റം എവിടെയായിരുന്നു? സംഘനൃത്തം നല്ലായിരുന്നു. ഡാൻസ് ഐറ്റംസ് ഒക്കെ കണ്ടോ? ഡാൻസ് ഐറ്റംസ് നല്ല പരിപാടിയായിരുന്നു. സൂപ്പറായിരുന്നു. നല്ല പ്രോഗ്രാം. ഓക്കെ സാർ, കണ്ടല്ലോ. കൊല്ലത്തുനിന്നാ? എവിടുന്ന് വരുന്നത്? കരുനാഗപ്പള്ളി. ഇനി ഇന്ന് തിരിച്ചു പോവോ? അതെ, പഠിപ്പിക്കുമെന്നോ ചോദിച്ചാൽ. അപ്പൊ നിങ്ങൾ ഈ കലോത്സവം കണ്ടപ്പോഴേ നിങ്ങൾക്ക് എന്താ തോന്നിയത്? കണ്ടപ്പോ എന്താ തോന്നിയത്? സൂപ്പർ മത്സരമാണ്, അടിപൊളി മത്സരം. നമുക്കിനി ഒരു കാര്യം ചെയ്യാം. നമുക്ക് അത്യാകർഷകമായ ഒരു ഇനം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആ ഇനത്തിലേക്ക് നമുക്കൊന്ന് പോകാം. നമുക്ക് ഈ ജനക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുന്ന കാരണം പിന്നെ ഈ വേദിയിൽ മത്സരം നടക്കുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഇടവേള എടുത്തിട്ട് ഒരു അത്യാകർഷകമായ ഒരു ഇനത്തിലേക്ക് പോകാൻ മുമ്പ് ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പം നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ആൾക്കാരോടൊക്കെ സംസാരിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങൾ ഇത്രയും ആൾക്കൂട്ടത്തിൽ പോകുമ്പോഴും അവരെന്നെ ശല്യപ്പെടുത്തുന്നില്ലെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ വിചാരിക്കുന്നത് എവിടെ പോയി എന്ന്. ഓക്കെ. അപ്പോൾ ബ്രേക്ക്, ഇടവേള. വേദി ഒന്നിന്റെ മുന്നിലാണ്. നല്ല തിരക്കുണ്ട് ഇവിടെ. പതിവ് പോലെ ഞാൻ ഈ വേദിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കൂട്ടം, നിങ്ങൾക്കിത് കാണാം. അപ്പോൾ ഏറ്റവും നല്ല ജനക്കൂട്ടത്തിനെ കാണാമെങ്കിൽ ഇപ്പോൾ കൊല്ലത്തേക്ക് വരണം. 3-ാം ദിവസമാണ് കലോത്സവം, 62ാമത് സ്കൂൾ കലോത്സവമാണ്. അപ്പോൾ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നെ വട്ടം ചുറ്റിച്ച ഒരു മനുഷ്യനാണ് കൊല്ലത്തെ ഡെപ്യൂട്ടി മേയർ ആരാണ് ഈ മധു. ഇതാണ് മധു. ഇതൊക്കെ എങ്ങനെ പോന്നു? സന്തോഷകരമായിട്ട്. നിങ്ങളിപ്പോ വലിയ സംഭവത്തിലാണെന്നൊക്കെ കേട്ട് ഡെപ്യൂട്ടി മേയറൊക്കെ ആയി. നമ്മളൊക്കെ ഇലക്ഷൻ കണ്ടാൽ തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല. പിന്നെയും ചോദിച്ചു, അടുത്ത ഇലക്ഷൻ ചോദിച്ചു ആരാണ് ഈ മധു. ഞാൻ അദ്ദേഹം കൊല്ലത്ത് ഡെപ്യൂട്ടി മേയറായിട്ട് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ജീവിത സുഖമല്ലേ? അങ്ങയുടെ സാഹിത്യവാസനയും സർഗബോധവും ഒക്കെ നമ്മൾ അറിയുന്നു. ജീവിതം കുഴപ്പമില്ല പോകുന്നു. മത്സരമൊക്കെ എങ്ങനെ പോകുന്നു? കലോത്സവം ഗംഭീരമായിരുന്നു. ഇത്രയും ജനക്കൂട്ടം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു നദി പോലെ ഒഴുകിയ ജനം. ഇത് ഇത്രയും നിങ്ങൾ പ്രതീക്ഷിച്ചോ? ഞങ്ങൾ പ്രതീക്ഷിച്ചു. സംഘാടകനാണോ? അതിന് ടെൻഷൻ ഒന്നും കാണുന്നില്ലല്ലോ. ടെൻഷന്റെ കാര്യമില്ല. അപ്പൊ മധു, സന്തോഷം ഡെപ്യൂട്ടി മേയർ. അപ്പൊ ഞാനൊരു ഒരു മത്സരക്കാരി. മോളുടെ പേരെന്താ? യുക്ത. മോൾ ഏത് സ്കൂളാ? ഞാൻ കോഴിക്കോട് വടകര മേമുണ്ട. ഏതൊക്കെയായിരുന്നു മോളുടെ ഐറ്റം? ഓട്ടംതുള്ളലും മിമിക്രി. ഈ മിമിക്രിയുടെ ഒരു സാമ്പിൾ വെടിക്കെട്ട് നടത്തിയാലോ? ഓക്കെ. ശബ്ദാനുകരണ കലയിലേക്ക് ഏവർക്കും സ്വാഗതം. Let's on the beats. 3, 2, 1, let's go. Yo. നമസ്കാരം. നവകേരള തെരഞ്ഞെടുപ്പ് പോര് RDX ഗാനത്തിലൂടെ. Actually that is politics. Politics, I think politics is the yo oh scene മോനെ മുട്ടാന്ന് കട scene മോനെ. No. Issues ആണ്. ഓക്കെ മോളെ, താങ്ക് യു. മോളെ സ്കൂൾ ഏതാണെന്നാ പറഞ്ഞേ? ഓക്കെ, താങ്ക് യു, കൺഗ്രാജുലേഷൻസ്. അപ്പം ഞാനത് ഒരു കാര്യം ചെയ്യാം. അപ്പോൾ അങ്ങ് എവിടുന്നാ വരുന്നത്? ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. നമ്മളിവിടെ ജില്ലാ പഞ്ചായത്ത് എന്തോ ഒരു സംഭവം വെച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ എന്നോട് ആരോ പറഞ്ഞു. എന്താണ് അതിൻ്റെ സംഭവം? ഒരു ശില്പം എന്തോ വെച്ചിരിക്കുന്നത്? അത് ഈ മേളയുടെ നൃത്തം, സംഗീതം, അഭിനയം, നാടകം, ചിത്രരചന, ഇതെല്ലാം സമ്മേളിക്കുന്ന മനോഹരമായ ശില്പമാണ്. ഇതെല്ലാം കൂടെ ചേരുന്നതാണത്. ആൾക്കൂട്ടം പ്രതീക്ഷിച്ചു. പക്ഷേ ഈ 62 കലോത്സവങ്ങളിൽ വെച്ച് ഇത്രയും മികച്ചതായി മാറുമെന്ന് ഞങ്ങളിപ്പോൾ അവസാനം പ്രതീക്ഷിക്കുന്നു. എന്തായാലും കലോത്സവം നന്നായി നടക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഭിനന്ദനങ്ങൾ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. കലോത്സവം അടിപൊളിയാണ്. അടിപൊളി, സൂപ്പർ. അടിപൊളിയാണ്. ജനക്കൂട്ടം ഭയങ്കര വൻ വിജയം.
മോളെ എങ്ങനെയുണ്ട്? അടിപൊളി. കണ്ടോ മത്സരം കണ്ടോ? പിന്നെ എങ്ങനെയുണ്ടായിരുന്നു മത്സരം? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി കണ്ട്. പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? പ്രോഗ്രാം എങ്ങനെ? നന്നായിട്ട് പോകുന്നു. ഓക്കെ. അപ്പോ ഇനിയിപ്പോ നമുക്ക് നീ എന്തോ പറയാമെന്ന്? കൊള്ളാം. മത്സര വേദിയിലൊക്കെ പോയോ? ഇല്ല, പോയില്ല. എന്താ കാണാൻ? എന്താ കാണാൻ പോണം. ഓക്കെ. കണ്ടായിരുന്നോ? സൂപ്പറായിരുന്നു. കൊല്ലത്ത് വന്നതിൽ പ്രത്യേക സന്തോഷം. തള്ളുകൊള്ളാം. തള്ളുകൊള്ളാം. നമുക്കൊരു മധ്യപ്രദേശുകാരി ലീഡ് ചെയ്ത ഒരു ഒപ്പന ടീമുണ്ട് നമ്മുടെ കൂടെ. നമുക്ക് അതിനെ പരിചയപ്പെട്ടാലോ? മധ്യപ്രദേശുകാരി. ഞാനൊരു കാര്യം ചെയ്യാം. ഞാനിപ്പോ ഒരു മത്സരത്തിൽ പോയിട്ട് തിരിച്ചു വരാം. അല്ലെ പെട്ടെന്ന് പരിചയപ്പെടാം. കുഴപ്പമില്ല. ഓക്കെ. ഇതാണ് മധ്യപ്രദേശ്. നിങ്ങൾ ഏത് സ്കൂളാ? അതെ. നിങ്ങളുടെ ഒപ്പന നമ്മുടെ പവലിയനിൽ പോയി നിങ്ങൾ അവതരിപ്പിക്കണം. എന്നാലേ നമുക്കത് ക്വാളിറ്റിയിൽ കാണിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ 24 നിങ്ങളെ കാണുന്നുണ്ടെന്ന് അറിയാം. ഒരു ടെസ്റ്റ് അടിക്കാൻ വന്നതായിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇനിയിപ്പോ നമുക്ക് അനുജയിലേക്ക് നമുക്കൊന്ന് പോകാം. അവിടെ ഒരു ആർട്ടിസ്റ്റ് റെഡിയായി ഇരിക്കുകയാണ്. അപ്പൊ ഓവർ ടു അനുജ. അനുജ കേൾക്കാമോ? നല്ല തിരക്ക്. എന്താ പറയാ? കൂടി വന്നതോടെ ഇവിടെ വലിയ വൈബ്, അതൊരു മറ്റൊരു ലെവലിലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും അത് നമുക്ക് കുറെ കൂടി ആ ആഘോഷം ഒന്ന് കളറാക്കാം. എനിക്കൊപ്പം ഇപ്പോൾ ഉള്ളത് പ്രശോഭ് രാമചന്ദ്രൻ എന്ന ഗായകനാണ്. പ്രശോഭിനെ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ സുപരിചിതനാണ്. പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ടതൊന്നും ആവശ്യമില്ല. കോമഡി ഉത്സവത്തിലൂടെ സ്റ്റാർ ആയിട്ടുണ്ട്. അതിനു മുൻപ് റിയാലിറ്റി ഷോയിലൂടെ വന്ന് അങ്ങനെയൊക്കെ ജനങ്ങളുടെ മനം കവർന്ന പ്രശോഭ് രാമചന്ദ്രൻ. പ്രശോഭ്, വെൽക്കം. അപ്പൊ പ്രശോഭ് ഇപ്പോ ഏറ്റവും ഒടുവിലായിട്ടും ചില മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അല്ലേ? അതിനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് പ്രശോഭിന്റെ പെർഫോമൻസിലേക്ക് നമുക്ക് പോവാം. അതെ അതെ, ശരിക്കും കലോത്സവ വേദിയിലെത്തുമ്പോൾ എപ്പോഴും ഓർമ്മ വരുന്നത് നമ്മുടെ കോളേജ് കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ അന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഹാട്രിക് കലാപ്രതിഭയായിരുന്നു. അപ്പോൾ എന്നും അങ്ങനത്തെ കോളേജ് അതുപോലെ തന്നെ സ്കൂൾ ഞാൻ CBSE-ലാണ് പഠിച്ചതുകൊണ്ട് ഇത് മിസ്സായി. പക്ഷെ CBSE-യിലും ഒരുപാട് കലോത്സവത്തിൽ ചെറുപ്പം മുതലേ പങ്കെടുക്കാണ്ട്. അപ്പൊ ഇപ്പൊ ഏതാണ് ഒരു തട്ടുപൊളിപ്പം പാട്ട് പാടാം? ശരി, തുടങ്ങിക്കോളൂ. പഴനിമല മുരുകന് പള്ളിവേലായുധോ പാറിപ്പറക്കുന്ന പൊന്മയിൽ വാഹനോ മാർഗഴി തിങ്കളോ ജ്ഞാനപ്പഴമോ വരിക വരിക വടിവേല ഹരഹരോ ഹരഹരാ. ഭാങ്കിനക്ക ധില്ലം ധില്ലം ധളാങ്കിനക്ക ചെണ്ടമൃദംഗം മേലെ കാവിൽ പൂരക്കാവടി പീലിക്കോലടി പാണ്ടിപ്പടയണി മേളം ഓ കാവടി മേളം. ഹേ നാട്ടുകളരി കച്ചമുറക്കണ വാൾപ്പയറ്റടി ഭൂഴിക്കടകൻ ചാടിക്കെട്ടി വലം വിരിവെട്ടി തോതിര കടകും ഒരിടിയും തടയും താളം ഓ കടകൻ താളം. കോമരങ്ങൾ കുടിയുണ്ടേ പഞ്ചവാദ്യ പുകിലുണ്ടേ കോമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചവാദ്യ പുകിലുണ്ടേ സതിരുണ്ടേ സംഗീത ശിരോമണി തങ്കവേലുവയ്യങ്കാർ തില്ലാന മോഹനാമ്പാൾ ഒരു പൊയ്ക്കാൽ കുതിരമേൽ തനിച്ചിരുന്നുറങ്ങുന്ന വെങ്കടേശ. വെങ്കടേശ പ്രേക്ഷകരെ, മോനെ നിന്റെ പേര് പറഞ്ഞേ? ദേവജിത്ത്. നീ എന്തോ സംഭവം ഹിറ്റാക്കി എന്ന് പറഞ്ഞു, എന്തായിരുന്നു? കടമ്പനാട് സ്കൂളിൽ നിന്ന് കലോത്സവമായിട്ട് ബന്ധപ്പെട്ട കലാജാഥയില് സ്വാഗതഗാനം പാടി ഹിറ്റായി. അതിന്റെ ഒരു ലൈൻ ഒന്ന് പാടി, 2 ലൈൻ. ആഴക്കടലിൻ്റെ അങ്ങേക്കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലെൻ്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തേ. ഓക്കേ, മിടുക്കൻ.
ഓക്കെ, കടമ്പനാട് സ്കൂളിൽ എല്ലാവരും ഞാൻ അന്വേഷിച്ചു പറഞ്ഞു കേട്ടോ. നമുക്ക് നാഗർകോവിലിൽ നിന്ന് ആരൊക്കെ വന്നിരുന്നല്ലോ? ഒപ്പന കളിക്കാൻ പോകണോ? ഞാൻ അറിഞ്ഞില്ലത്. നിങ്ങൾ കളിക്കാൻ പോയിരുന്നോ? അതെ. അയ്യോ, അത് ഗംഭീരമായി. അപ്പൊ കളി നടക്കട്ടെ. ഞാൻ അങ്ങോട്ട് മാറിയാം. ഞങ്ങൾ റെഡിയാണ്. റെഡിയാണ്. ഞാനിവിടെ വേണോ? വേണമെങ്കിൽ കൂടിക്കോളി. ഓക്കെ, ഞാൻ മാറി നിൽക്കാം. ഞാൻ കളിച്ചാൽ നിങ്ങൾ സ്ഥലം വിടും. ഓക്കെ, റെഡി. അപ്പൊ തുടങ്ങട്ടെ, നടക്കട്ടെ. 1 2 3. റെഡി 1 2 3 4. രാഗങ്ങൾ അതിമിക പദവിയിലായിരങ്കിൽ റഹ്മത്തിൻ നിഴലുകൾ പൊഴിയുവതാ. രാഗങ്ങൾ അതിമിക പദവിയിലായിരങ്കിൽ റഹ്മത്തിൻ നിഴലുകൾ പൊഴിയുവതാ. യുനുദവിയിലരുളും സദാ ഹുബ്ബിൽ മധുശലിൻ പുതുശീലുകളാൽ തെളിലെങ്കി വിളങ്ങും താളം. അരിതിലാകെയും വിശും കുളിരായി അജപുരവായി ചുങ്കിൽ ചേതികളിൽ അതിരസമികവായി മികവരിൽ ഹാജര ദീവിയരും തികവിൽ തുടി കൊട്ടി തിളങ്ങും സിവാകതിൽ ആവേശ പൊലിവതില ആമോദം കതിർ കത്തിയൊരുങ്ങും നിക്കാഹിലായി ഹാജര ചിരിയുമതാ. സന്തോഷം. താങ്ക് യു, കൺഗ്രാജുലേഷൻ. ഗംഭീരമായി. അപ്പോ ഞാൻ കൊല്ലത്ത് ഇവിടെ അടുത്ത് തന്നെ ഉള്ള. റെഡി. അപ്പോ പേര് വിനായക് ശരത് കുമാർ. ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടോ. എങ്ങനെയുണ്ടായിരുന്നു കാര്യങ്ങള്? പേര് പറഞ്ഞില്ല. കണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അല്ല, ഏത് വേദിയിലൊക്കെയാ പോയത്? ഇവിടെ വന്നത് എവിടുന്നാ വരുന്നത്? കൊല്ലത്ത് മാടനടയിൽ. ഓടിക്കളല്ലേ? ഓടിക്കളഞ്ഞല്ല. നിങ്ങൾ എവിടുന്ന് വരുന്നു? ഞങ്ങള് മയിലോട്. അപ്പൊ എന്തൊക്കെ പ്രോഗ്രാംസ് കണ്ടു ഇന്ന് തിരുവാതിര. ഇഷ്ടായോ? ഇഷ്ടായി. നല്ലതാണ്. നല്ല തള്ളുകൊണ്ട് നിങ്ങളുടെ ഊപ്പാട് വരും. സൂപ്പർ. അപ്പൊ എല്ലാവർക്കും പ്രേക്ഷകർക്ക് വീണ്ടും കലോത്സവ വേദിയിലേക്ക് സ്വാഗതം. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദിയിൽ ഈ മത്സരവും ഉത്സവം നടക്കുന്ന പോലെ തന്നെ ചാനലുകൾ തമ്മിൽ നല്ല ഉത്സവം നടക്കുന്നുണ്ട് അല്ലേ? എങ്ങനെയുണ്ട്? നല്ല മത്സരമാണ്. താങ്കൾ മീഡിയ ഉണ്ടെന്നല്ലേ? അതെ. മത്സരം നന്നായി നടക്കുന്നുണ്ട്. ചാനലുകൾക്ക് ഒരു ഉത്സവമായി ഇന്ന്. പിന്നെ ഭയങ്കരമായ ഉത്സവമാണ് നടക്കുന്നത്. ഞാൻ കൊച്ചിയിൽ ഇരുന്നപ്പോഴാണ് ഇതിന്റെ ആവേശത്തെ കുറിച്ച് അങ്ങനെ ഓടി വന്നതുകൊണ്ട് പറയാണ്. ഇവിടെ ഈ കലോത്സവത്തിനോടൊപ്പം തന്നെ എല്ലാ ചാനലുകളും നേരിട്ട് ഇടപെട്ട് ഭയങ്കരമായ അവരുടെ സമാനമായ നിലയിൽ ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ട്. തീർച്ചയായും മനു എന്നാണ് പേര്. ഞാൻ ഡി ഓഫീസിലെ സ്റ്റാഫാണ്. അപ്പോൾ ഇതോടെ മീഡിയൻ മാത്രമല്ല കേരളത്തിലെ മിക്കവാറും ഉള്ള ടെലിവിഷൻ ചാനലുകളെല്ലാം വന്നു. അപ്പൊ മകളെ പേരെന്താ? ഷംസീന. എവിടെ നിന്ന് വന്നു മോളെ? ഞാൻ കൊല്ലക്കാരി തന്നെയാണ്. അതെ. ഇതൊക്കെ കണ്ടോ? ഒരുപാട് നല്ല വളരെ ഗംഭീരമായിട്ടുണ്ട്. പൊളിച്ചോ? അടിച്ചു പൊളിച്ചു. പിന്നെ കൊല്ല പൊളിയല്ലേ? പേരെന്താ മോനെ? ഏത് സ്കൂളാണ്? മോന്റെ പേരെന്താ? ലോഹിത്. മത്സരമൊക്കെ ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ. വീട്ടിൽ ഇരുന്ന് ടി വി കൂടെ കണ്ടാ പോരായിരുന്നു? അല്ലല്ല, പക്ഷെ ഒരു വൈബ് ഇതാണ്. ഓക്കെ, മോന്റെ പേരോ? അഷ്ഫാഖ്. നമ്മളൊരു പഴയ പരിചയക്കാരല്ലേ? ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? വേദികളിലൊക്കെ പോയോ? എല്ലാ വേദികളും പോയി. ഇത് കൊള്ളാം. നല്ല മൈക്ക, നല്ല 24 മൈക്കാണ്. 24 ഒരു ചിരി വരുന്നുണ്ടോ? അതാണ് കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം 24 എന്ന് പറഞ്ഞാൽ. അവരറിയുന്ന 2024 ആയിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കിനി അനുജയിലേക്ക് ഒരിക്കൽ കൂടി പോകണം. അവിടെ തിരുവാതിര കളിക്കാനുള്ള കുട്ടികൾ റെഡി ആയിട്ടുണ്ട്. അനുജ നമ്മുടെ തിരുവാതിരക്കാർ റെഡിയാണോ? റെഡിയാണെങ്കിൽ അവർ കളിക്കട്ടെ, കളി നടക്കട്ടെ. ശരി SKN. അപ്പോൾ അവര്
തൃശ്ശൂരിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. തിരുവാതിരകളി മത്സരം വേദിയിൽ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഫലം എന്താ എന്ന് അറിഞ്ഞിട്ടില്ല. അതിൽ നമ്മളിവിടെ കലക്കാൻ പോവുകയാണ്. കുട്ടികളെ നമുക്ക് തുടങ്ങാം. 1 2 3 4 നന്ദഗോപർക്കൊരു ഉണ്ണിയുണ്ടങ്ങനെ, ഉണ്ണിക്കു പേരുണ്ണി കൃഷ്ണൻ എന്നങ്ങനെ, ഉണ്ണി തന്നേട്ടൻ ബലരാമനങ്ങനെ, ഗോവൃന്ദമൊത്തു കളിക്കുന്നതങ്ങനെ, ഗോവൃന്ദമൊത്തു കളിക്കുന്നതങ്ങനെ, കാളിയൻ പാമ്പിൻ ശിരസിലായി താളത്തിൽ നൃത്തമാടി, നീളുന്ന മേളം തകർത്തപ്പോൾ ഓളത്തിൽ മുങ്ങിപ്പൊങ്ങി, ഓളത്തിൽ മുങ്ങിപ്പൊങ്ങി, കാളിയ ഗർവം ശമിപ്പിച്ചതാവോളമോർക്കണം നാം, ഭക്തിയോടിത്തരം ലീലകൾ ചിത്തത്തിലോർത്തുകുപാം, ചിത്തത്തിലോർത്തുകുപാം. ഓക്കെ, താങ്ക് യു. നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന്? സ്നേഹ. എന്താ ചോദിച്ചാൽ ഒന്നുകൂടി പറയോ? ഏത് ജില്ലയിൽ നിന്നാണ്? ഞങ്ങളെ തൃശ്ശൂർ. തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ ഫലത്തിനായി കാത്തിരിക്കുകയാണ്. ഈ ഒരൊറ്റ മത്സരത്തിലാണോ പങ്കെടുത്തത്? ഞാൻ ആദ്യ മത്സരമാണോ? അല്ല, ആദ്യ മത്സരമല്ല. ശരി, എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ പരിപാടിയാണ്. കൊല്ലത്ത് വന്നാ പിന്നെ ഒന്നും പല്ല. കൊല്ലം പൊളിയല്ലേ? സൂപ്പർ പരിപാടിയാണ് കൊല്ലത്ത്. ഞങ്ങൾ ഏറ്റെടുത്തു കൊല്ലം. കൊല്ലം ഈ സംസാരം 62ാമത് ഈ കലോത്സവം കൊല്ലക്കാർ ഏറ്റെടുത്തിരിക്കുകയാണിത്. മത്സരമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരമായിട്ട് പോയോ? നിങ്ങളൊക്കെ എവിടുന്ന് വന്നാ? കൊല്ലം മാത്രമായിരുന്നു പ്രോഗ്രാം. ആർക്കാരും കപ്പ് കിട്ടുക? അപ്പൊ കപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ കൂക്കി വിളി കണ്ടില്ലേ? അപ്പൊ നമുക്കിനി ഈ കലോത്സവ റിപ്പോർട്ടുകൾ നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. ഇനിയും നിങ്ങൾ ചാനലിൽ ശ്രദ്ധിക്കുക. ഒരുപാട് മത്സര ഇനങ്ങൾ നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കും. ഇനി എൻകൗണ്ടറിന്റെ ഊഴമാണ്. ആ സംവാദ വേദിയുമായി വേണു ബാലകൃഷ്ണൻ വരുന്നു. വേണു, വെൽക്കം ടു ആശ്രാമം മൈതാനം. ഭയങ്കര ജനമാ വേണു. എൻകൗണ്ടർ തകർത്തോളൂ. ഓവർ ടു സ്റ്റുഡിയോ.